ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈം സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ട് കളയേണ്ട നമുക്കത് അച്ചാറിടാവുന്നു. അപ്പോൾ ഞാനത് വെയിലത്ത് വെച്ചിരുന്നു. അപ്പോൾ 3 ദിവസം വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പച്ചനാരങ്ങ അച്ചാറിടിനേക്കാളും നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഉണങ്ങിയ നാരങ്ങ അച്ചാറിടുന്നത്. അതും അപ്പോൾ ആരും നാരങ്ങയുടെ തൊണ്ട് കളയാതെ ഇതേപോലെ ഒന്ന് ഉണക്കി അച്ചാറിടാൻ നോക്കുക കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറുണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയാം, പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുക്കാം. അത് നീളത്തിൽ അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം, മൂത്ത സ്മെല്ല് വരണം. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും മണവും എല്ലാം എണ്ണയിലോട്ട് പിടിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് നടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ വലിയൊരു 6-7 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. ഇതിന് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത്. ഇപ്പോൾ ചിലർക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചേർക്കുന്ന ഇഷ്ടം, ചിലർക്ക് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് കൂടുതൽ ചേർക്കുന്നത് തന്നെ ഇഷ്ടം കേട്ടോ. എന്നാലേ അച്ചാറിന് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, എനിക്കിഷ്ടമുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില, അതും ഉണങ്ങിയ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണങ്ങിയതായിരുന്നു, അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 1/2 കിലോ നാരങ്ങയുടെ തോടാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പം വെള്ളമൊന്നും ചേർക്കേണ്ട, വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിള വരുമ്പോൾ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം, നാരങ്ങയുടെ തൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ തൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്, ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഈ വിനാഗിരി നന്നായിട്ടൊന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ ഇത് നമ്മൾ അച്ചാർ ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ്, അതുപോലെ പൂക്കത്തുമില്ല. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രീതിയിലേ ചെയ്യത്തുള്ളൂ കേട്ടോ, അത്ര ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്കിത് പുറത്തോട്ടൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഈ രീതി ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ ലീക്ക് ആവത്തില്ല, നല്ല സേഫായിട്ട് അങ്ങ് എത്തുകയും ചെയ്യും. ഇപ്പം നീരെടുത്തിട്ട് വെറുതെ കളയുന്ന നാരങ്ങത്തോട് വേണ്ട നല്ല കിടിലൻ അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പം ഇത് ആറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്